യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്ത, അതേ ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ സംഭവങ്ങൾ നമുക്കൊരു ആത്മീക സാദൃശ്യമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 4 അധ്യായത്തിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഗലാത്യ ലേഖനം 4 അധ്യായത്തിൽ നിന്നുമാണ് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിലെ സംഭവങ്ങളെ വിശദീകരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാന ഘട്ടം എന്നവണ്ണമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വായിക്കാൻ പോകുന്നത് ഗലാത്യ ലേഖനം 4 അധ്യായം അതിൻ്റെ 28 വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നാമോ സഹോദരന്മാരെ, ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് കൊടുക്കുകയാണ്. അത് നമ്മളോടും പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസഹാക്ക് ഒരു വാഗ്ദത്ത സന്തതിയായി ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത് പോലെ തന്നെ ദൈവം അബ്രഹാമിൻ്റെ ആ അനുഗ്രഹത്തിലേക്ക് നമ്മെ വാഗ്ദത്തത്തിൻ്റെ മക്കളാക്കി നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സത്യം നമുക്കിവിടെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് വാഗ്ദത്തത്തിൻ്റെ മക്കൾ ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അടിമ പ്രസവിച്ചതായ മക്കളല്ല, നമ്മൾ ദാസന്മാരല്ല, മറിച്ച് ദൈവഹിതത്താൽ, ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം, ദൈവിക നിർണയത്താൽ നമ്മൾ ജനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരായ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതായ ആ ഒരു അനുഭവത്തിലേക്ക് വരാത്ത ആളുകളും എന്നെ കേൾക്കുന്നുണ്ടാകാം. ഈ സന്ദേശങ്ങളിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ആ വാഗ്ദത്തത്തിന് അവകാശിയായി തീരാൻ കഴിയുമെന്നുള്ളതും ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഈ വചനഭാഗങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അതേ ഇസഹാക്ക് വാഗ്ദത്തത്തിൻ്റെ സന്തതിയായി മാറിയത്. നമുക്കെല്ലാവർക്കും അതിനുള്ള ഉത്തരം അറിയാം. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ വിലയേറിയ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുത്തു. ഇനി നമ്മൾ ഒരു കാര്യം പരിശോധിക്കേണ്ടത്, പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം, എന്തുകൊണ്ട് അബ്രഹാമിനും സാറായ്ക്കും അതേ നേരത്തെ തന്നെ മക്കൾ ഉണ്ടായില്ല? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സാറയുടെ 90 വയസ്സിലും അബ്രഹാമിൻ്റെ 100 വയസ്സിലുമാണ് അവർക്ക് മക്കളുണ്ടായത്. പക്ഷെ ഇത്രയും നാളും ദൈവം എന്തുകൊണ്ട് ഈ അബ്രഹാമിൻ്റെയും സാറായിയുടെയും ആ പുത്രോത്പാദനത്തിനുള്ള ശക്തിയെ ഇല്ലാതാക്കി, അല്ലെങ്കിൽ അവർക്ക് മക്കളെ കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഉണ്ടാകാൻ പോകുന്ന സന്തതി ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് എന്നവർ പൂർണ്ണമായും മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ബാരനായിട്ടുള്ള, ഒരു മച്ചയായിട്ടുള്ള അനുഭവം ഈ ദമ്പതികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതായ ഒരു കാര്യമുണ്ട്. ഇസഹാക്ക് തികച്ചും വാഗ്ദത്ത സന്തതിയാണ്. എന്നാൽ എന്തുകൊണ്ട് അബ്രഹാമിൻ്റെ മറ്റൊരു മകനായ ഇശ്മയേൽ വാഗ്ദത്ത സന്തതി അല്ലാതെ ഒരു ജഡസന്തതി ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരിക്കലും ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട കാര്യമല്ലായിരുന്നു. മനുഷ്യർ തമ്മിൽ ഉണ്ടായ ബന്ധത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് അതേ ജഡസന്തതിയായ ഇശ്മയേൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ കാരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ അതേ ഇസഹാക്കിനെ സംബന്ധിച്ചുള്ള ഒരു വാഗ്ദത്തമാണ് ദൈവം കൊടുത്തത്. ദൈവത്തിൻ്റെ മനസ്സിൽ ഇശ്മയേൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ഇന്നും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യർ പലപ്പോഴും തങ്ങൾക്ക് വേണ്ടിയുള്ളതായിട്ടുള്ള ആത്മീകം എന്ന് കരുതുന്നതായ കാര്യങ്ങൾ അവരുടെ ബുദ്ധിമണ്ഡലത്തിലും അവരുടെ ചിന്താമണ്ഡലത്തിലും ഒക്കെ ആലോചിച്ച് അവർ നടപ്പിലാക്കുമ്പോൾ അതൊക്കെ തന്നെ അക്ഷരീകമാണ്, ആത്മീകമല്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് ജഡീകമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവത്താലുള്ള നന്മ എന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ പരിണത ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതേ അബ്രഹാമിനും സാറായ്ക്കും ദൈവം സന്തതിയെ കൊടുത്തത്
ഒരു വാഗ്ദത്ത സന്ധതയായിട്ടാണ്. അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ വചനമായിരുന്നു എപ്പോഴും അബ്രഹാമിനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ വചനം അബ്രഹാമിൻ്റെയും അതേ തൻ്റെ ഭാര്യയായ സാറയുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ വാർദ്ധക്യത്താൽ പിടിക്കപ്പെട്ട ശരീരം അത് സജീവമായി, നിർജീവമായ ശരീരം സജീവമായി, പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്തതായ ശരീരം പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ പുതിയ നിയമത്തിൻ്റെ ആ ഒരു ഉപദേശത്തിലേക്ക്, ദൈവവചനത്തിൻ്റെ സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും ജനിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ, ദൈവത്തിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ജനിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി അതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും വാക്യം വായിച്ചു കേൾപ്പിച്ചു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവനെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവൻ്റെ വചനത്തെ സ്വീകരിക്കുകയാണ്. അവൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ ആ വചനം രൂപാന്തരപ്പെടുത്തി നമ്മൾ ദൈവത്തിൽ നിന്നും ജനിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. ഏതാനും ചില വാക്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ ഈ വാക്യങ്ങൾ നിങ്ങളോട് പങ്കിട്ടതായിരിക്കാം. എന്നാൽ ഈ ഒരു ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വാക്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, കൈക്കൊള്ളുമ്പോൾ അവൻ്റെ മക്കളായി തീരുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വാക്യമാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി. അപ്പോൾ നമ്മളുടെ ജനനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ രക്തത്തിൽ നിന്നല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ യാതൊരുവിധമായ മനുഷ്യ ഇഷ്ടങ്ങളും ദൈവത്തിൽ നിന്നും ജനിക്കുന്ന കാര്യത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, എൻ്റെ ഇഷ്ടം കൊണ്ടല്ല ഒരാൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്നത്. അവിടെ മനുഷ്യന്റെ ഇഷ്ടമില്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം താല്പര്യപ്പെട്ട് ദൈവം തിരഞ്ഞെടുത്താണ് ഓരോരുത്തരും ദൈവത്തിങ്കിലേക്ക് വരുവാനിടയായിത്തീരുന്നത്. അതിനോട് കറസ്പോണ്ട് ചെയ്യുന്ന വാക്യങ്ങളാണ് നമുക്ക് വളരെ വ്യക്തമായി വായിക്കാൻ കഴിയുന്നത്. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കലേക്ക് വരുന്നില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഒരു വ്യക്തി ദൈവത്തിലേക്ക് വരിക എന്നുള്ളത്. എന്നാൽ ഇന്ന് സുവിശേഷകന്മാരെന്താ ചെയ്യുന്നത്? അവർ സുവിശേഷം അറിയിക്കുന്നു. അവർ സുവിശേഷം അറിയിക്കുമ്പോൾ കേൾക്കുന്നവരെല്ലാം തന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണമെന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു വ്യക്തിയിൽ അവനെ വിടുവിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അതവനെ വിടുവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടുന്നവരായിരിക്കരുത്. മറിച്ച് നമ്മെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വ്യക്തി ദൈവത്വത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നോക്കൂ, തൻ്റെ ഇഷ്ടം ഹേതുവായി എങ്ങനെ? സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിൻ്റെ വചനം ഇത് സംബന്ധിച്ച് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വളരെ എരിവുള്ളതായ തീവ്ര നിലപാടുള്ളതായ പത്രോസ് ലീഹ അതേ തൻ്റെ ലേഖനം 1 പത്രോസ് 1:23 ഇങ്ങനെ പറയുന്നുണ്ട്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജനനം എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ബീജം ആവശ്യമാണ്. ബീജമാണ് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ശാസ്ത്രം അതിന് അടിവരയിടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവദാസന്മാർ വളരെ വ്യക്തമായി പറയുന്നു, കെടുന്ന ബീജത്താലല്ല. കിടന്ന ബീജം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ബീജം. മനുഷ്യനുള്ള ബീജമൊക്കെ നശിച്ചു പോകുന്നു. അതെല്ലാം തന്നെ നാശയോഗ്യമാണ്. ഈ ഭൂമി നാശയോഗ്യമാണ്. ഇവയെല്ലാം അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അതേ ദൈവദാസൻ തന്നെ പറയുന്നു, കിടന്ന ബീജമുണ്ട്. എന്നാൽ താൻ വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്, കെടാത്തതായ ബീജം എന്ന് പറഞ്ഞാൽ കെട്ടുപോകാത്തതായ, നശിച്ചു പോകാത്തതായ ദൈവത്തിൻ്റെ വചനം എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട ആശയം ഇവിടെ പത്രോസ് പറയുന്നു. താൻ പറയുന്നു, അങ്ങനെ നശിച്ചു പോകുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ഒരിക്കലും നശിച്ചു പോകാത്ത ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
ഇതേ കാര്യം തന്നെയാണ് നമ്മൾ മുമ്പ് പരാമർശിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-13 അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഹേതുവായി ദൈവത്തിൽ നിന്നും അവർ ജനിക്കുന്നു, അതും ദൈവവചനം കേട്ടിട്ട്. അപ്പോൾ സുവിശേഷം കേൾക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത്, അവരത് വിശ്വസിക്കുമ്പോൾ, ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, അത് ഒരു ബീജമെന്ന വണ്ണം ആ വ്യക്തിയെ ആത്മീയമായി രൂപാന്തരപ്പെടുത്തും. ഇവിടെ ഞാൻ ബീജമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വിത്ത് എന്ന പോലെ എന്നുള്ള അർത്ഥത്തിലാണ്. നോക്കൂ, ദൈവവചനത്തെ വിത്തായിട്ട് കർത്താവ് യേശുക്രിസ്തു തന്നെ പല ഭാഗത്തും പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിതക്കാരൻ്റെ ഉപമയിൽ നമുക്കറിയാം, വിതയ്ക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വചനം ഒരു വിത്ത് പോലെ തന്നെയാണ്, വിത്ത് തന്നെയാണ്, വിത്തിൻ്റെ ഉള്ളിൽ ജീവൻ ഉള്ളതുപോലെ. അങ്ങനെയല്ലേ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ അഴിഞ്ഞുവെങ്കിലോ അത് വളരെ വലിയ ഫലം കായ്ക്കും എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം വിത്താണ്. ആ വിത്ത് ഹൃദയത്തിൽ നടപ്പെടുന്നു. ഒരുവൻ വിശ്വസിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ആ വചനം ഒരു വിത്ത് പോലെ നടപ്പെടുന്നു. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 1-18 ഇപ്രകാരം പറയുന്നുണ്ട്, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യം നമ്മൾ മുമ്പ് വായിച്ച വാക്യമാണെങ്കിലും സന്ദർഭവശാൽ ഞാൻ വായിച്ചെന്നേ ഉള്ളൂ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ വാക്യം, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന്. ഈ കാര്യം സൂചിപ്പിക്കുന്നത് വരുവാനുള്ളതായ ഒരു കൊയ്ത്തുണ്ട്. ആ കൊയ്ത്തെന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ആ വരവിൽ ആദ്യ ഫലമായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. അപ്പോൾ ഒരുവിധം എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ആളുകൾ ദൈവസ്ഥനിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ പോലെ തന്നെ ഒരു ആദ്യ ഫലം എന്നോണം നമ്മളന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ ഉറപ്പ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ ജനിപ്പിച്ചത് വാഗ്ദത്തത്തിൻ പ്രകാരമാണ്. അതുകൊണ്ട് നമ്മൾ വാഗ്ദത്തത്തിൻ്റെ സന്തതികളാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. നമുക്ക് എല്ലാ വാഗ്ദത്തങ്ങളും നമുക്കുണ്ട്. അബ്രഹാമിലൂടെ ദൈവം പറഞ്ഞതായ സകല വാഗ്ദത്തങ്ങളും നമ്മിലൂടെ ദൈവം നിറവേറ്റുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വാഗ്ദത്ത സന്തതികളാണ്. ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തം ലഭിച്ചവരാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, നമ്മുടെ അമ്മ മീതെയുള്ള യെരൂശലേമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മം നൽകിയതായ നമ്മുടെ അമ്മ സ്വർഗം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് സ്വർഗത്തെക്കുറിച്ചാണ്. ഉയരത്തിലുള്ളത് നമ്മൾ അന്വേഷിക്കണമെന്ന് കർത്താവ് നമ്മോട് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വാഗ്ദത്തത്തിൻ പ്രകാരം ജനിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്രകാരം ജനിക്കുവാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ പാലിച്ച് ദൈവകൽപ്പനകളെ പ്രമാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ആത്മീയമായ ജനനത്തിലേക്ക് ഒരു വാഗ്ദത്ത സന്തതിയായി തീരുവാൻ സാധിക്കും. അതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഞങ്ങൾ അടിമത്തമുള്ളവരല്ല, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്നവരായ ആളുകൾ, കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവൻ്റെ മക്കളായി തീരുന്ന ആളുകൾ ഒരിക്കലും ഇനി അടിമത്തത്തിലല്ല, മറിച്ച് അവർ സ്വതന്ത്രരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഈ ഒരു സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന മാറ്റത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ദൈവം അനുവദിച്ചാൽ ഈ സന്ദേശത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. അത് കേൾക്കുവാൻ നമുക്ക് എല്ലാവർക്കും വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.